ഹലോ വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ പാർട്ടികളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുറച്ച് പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഉണ്ടാക്കുന്നത് ചോക്ലേറ്റും കസ്റ്റർഡും ബിസ്ക്കറ്റും ഒക്കെ വെച്ചിട്ടുള്ളൊരു പുഡിങ്ങാണ്. അപ്പോൾ ഈ ഒരു പുഡിങ് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഒരു പാനിലോട്ട് 1 കപ്പ് പാലൊഴിച്ച് അത് തിളക്കാനായിട്ട് വെക്കാം. ആ സമയത്ത് നമുക്ക് ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ, പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണിന് കുറച്ച് കുറവായിട്ട് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കുറച്ച് പാൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കട്ടകളൊന്നുമില്ലാതെ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഈ കോൺഫ്ലവർ ഇടുന്നത് കുറച്ചൊന്ന് പുഡിങ് ഒരു കട്ടയായിട്ട് കിട്ടാൻ വേണ്ടിയാണ്, കുറച്ചൊന്ന് ഉറച്ചിക്കാൻ വേണ്ടി. പിന്നെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിത് പാലിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോഴേക്കും നമ്മളെ പാലിവിടെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് മധുരത്തിനായിട്ട് കണ്ടൻസ്ഡ് മിൽക്കോ അല്ലെങ്കിൽ പഞ്ചസാരയോ ചേർത്ത് കൊടുക്കാം. പിന്നെ ഓവറായിട്ട് ചേർക്കണ്ട കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലാസ്റ്റ് ഇതിൽ ചോക്ലേറ്റും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ ഇപ്പോൾ ഈ കസ്റ്റർഡിലേക്ക് ഓവറായിട്ട് മധുരം ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് ഈ കസ്റ്റർഡിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇത് ഞാൻ ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഈ കസ്റ്റർഡ് പൗഡറും കോൺഫ്ലവറും നന്നായിട്ട് വെന്ത് കിട്ടണം കേട്ടോ. നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുക. അതൊന്ന് കുറുകി വരണം കേട്ടോ. അതുവരെ കൈ വിടാതെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. കൈ വിടാതെ ഇളക്കണം, അല്ലെങ്കിൽ അത് അടിക്കുടിച്ചു കേട്ടോ. ഇനി നമുക്ക് പുഡിംഗ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇതിനായിട്ട് ഇതാ പാത്രത്തിലോട്ട് ഞാൻ ഇപ്പം ബിസ്ക്കറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബിസ്ക്കറ്റിന് പകരം നിങ്ങൾക്ക് കേക്കൊക്കെ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു 2-3 സ്പാച്ചില വിപ്പ് ചെയ്ത ക്രീമാണ് കേട്ടോ. അത് ഞാൻ ഇപ്പോൾ ഇവിടെ കുറച്ച് കളർ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കളർ ചേർക്കാതെ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു യെല്ലോ കളർ കിട്ടിക്കോട്ടെന്ന് ചോദിച്ചാൽ അങ്ങനെ എടുത്തതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കസ്റ്റർഡ് ഉണ്ടല്ലോ, അത് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ ബിസ്ക്കറ്റിൻ്റെ മുകളിലായിട്ട് ഈ ക്രീം മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ, അത് ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒറ്റൊരു ലെയറായിട്ട് തന്നെ ചെയ്യാട്ടോ. ഞാൻ ഇപ്പോൾ ഇവിടെ 2 ലെയറായിട്ടാണ് ഈ ക്രീം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ക്രീമിൻ്റെ മിക്സ് ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് എല്ലായിടത്തും ഒന്ന് ലെവലാക്കി എടുക്കാം കേട്ടോ. അതിന് ശേഷം അതിൻ്റെ മുകളിൽ വീണ്ടും ഒരു 4 ബിസ്ക്കറ്റും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. വീണ്ടും അതിൻ്റെ മുകളിലായിട്ട് ക്രീമിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള ക്രീം ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഇത് ഫുള്ളായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇനി വേറൊന്നുമില്ല, നമുക്കിനി ഇത് ഫ്രിഡ്ജിലോട്ടേക്ക് ഒന്ന് നന്നായിട്ടൊന്ന് സെറ്റാകാനായിട്ട് വെക്കാം. അപ്പോൾ കൂടുതൽ സമയം വെക്കുന്നത്ര നല്ലതാണ് കേട്ടോ. നമ്മൾ ഈ ക്രീമും ഇതെല്ലാം ഒന്ന് ഉറച്ച് കിട്ടണമെങ്കിൽ കുറച്ചധികം സമയം തന്നെ വെക്കണം. ഇപ്പോൾ രാത്രിയിൽ വെച്ച് രാവിലെ എടുക്കുന്നതാണെങ്കിൽ അത്ര നല്ലത് കേട്ടോ. അപ്പോൾ അത് ഞാൻ കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. എനിക്കിപ്പോൾ അത്ര സമയം ഞാൻ വെച്ചിട്ടില്ല, പെട്ടെന്ന് തന്നെ ഇതാക്കാൻ വിചാരിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് ഞാൻ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റും മിൽക്ക് ചോക്ലേറ്റും കൂടി കുറച്ച് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഒന്ന് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് ഒഴിച്ചിട്ട് എല്ലാം ഒന്ന് ലെവൽ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ചോക്ലേറ്റിൻ്റെ ഇത് നിങ്ങൾക്ക് ഒഴിവാക്കുന്നെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. പക്ഷേ ഇതും കൂടി വരുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. നമ്മളെ ഈ ഒരു പുഡിങ് നല്ല ടേസ്റ്റാണ്, നല്ല മധുരവും ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കസ്റ്റഡിൽ പിന്നെ കുറച്ച് മധുരം ഇട്ടാൽ മതിയെന്ന്. അപ്പോൾ ഈ ഒരു ചോക്ലേറ്റും കൂടി വരുമ്പോൾ അത്യാവശ്യം നല്ല മധുരം ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് 100 ഗ്രാം ചോക്ലേറ്റാണ് കേട്ടോ മെൽറ്റാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു നേരിയൊരു ലെയറായിട്ട് കൊടുക്കുന്നെങ്കിൽ 50 ഗ്രാമൊക്കെ ധാരാളമാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ കുറച്ചൊരു കട്ടിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചോക്ലേറ്റ് വെച്ചിട്ട് എല്ലായിടത്തും ഒന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെറിയൊരു ഡിസൈൻ പോലെ ഇങ്ങനെ ഞാൻ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയാണ്. അപ്പോൾ ചോക്ലേറ്റ് അവിടെ ഇവിടെയൊക്കെ ഒന്ന് പൊങ്ങിയിട്ട് ഒരു ലെവലില്ലാതെ എടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതൊന്ന് മാറിയിട്ട് നല്ലൊരു ഭംഗി കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ നന്നായിട്ടൊന്ന് സെറ്റാകാനായിട്ട് വെക്കാം. ഞാൻ പറഞ്ഞ പോലെ രാത്രി വെച്ച് രാവിലെ എടുക്കുന്നതാണെങ്കിൽ നല്ല പോലെ സെറ്റായി കിട്ടും കേട്ടോ. ഞാൻ ഇപ്പോൾ ഇവിടെ കുറച്ച് സമയം വെച്ചിട്ടുള്ളൂ, ഒരു 2-3 മണിക്കൂർ അത്രയും വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഞാനപ്പോൾ തന്നെ കട്ട് ചെയ്തിട്ടുണ്ടായിന്.
അപ്പോൾ ഈ ഒരു പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്ത പുഡിങ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അടുത്തത് നമ്മളെ മാംഗോ വെച്ചിട്ടുള്ള നല്ല ക്രീമി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു പുഡിങ്. അപ്പോൾ ഈ ഒരു പുഡിങ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ നല്ല മധുരമില്ല മാങ്ങ നോക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇതുപോലെ ഞാനത് കട്ടാക്കി എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു പൾപ്പിൻ്റെ ഒരു ഭാഗം ഇതുപോലെ ചെറുതായി ഒന്ന് കട്ടാക്കിയിട്ട് വേറെ തന്നെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ട് വെക്കാം കേട്ടോ, അല്ലെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് വെക്കാം. മധുരം കുറവാണെങ്കിൽ മാത്രം കേട്ടോ. ഇനി നമുക്ക് ഈ മാങ്ങ നമുക്ക് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കുക. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാനുണ്ട്. അപ്പോൾ മറ്റേത് നമുക്ക് ഇടയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയാണ്. ജസ്റ്റ് ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ പുഡിങ്ങിൽ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. നിങ്ങൾ എടുക്കുന്ന മാങ്ങൻ്റെ മധുരത്തിനനുസരിച്ച് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അത്യാവശ്യം നല്ല മധുരം വേണം, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവട്ടെ പുഡിങ് കഴിക്കാൻ. കുറച്ച് മധുരം മുന്നിട്ട് നിൽക്കണം, എങ്കിലേ പുഡിങ്ങൊക്കെ റെഡിയായി കിട്ടിയാൽ അത് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളവും കൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഇത് ഞാൻ വേറൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു 2-3 ടേബിൾ സ്പൂണ്, ഒരു 3-4 ടേബിൾ സ്പൂണ് ഈ ജാറിൽ തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ആദ്യത്തെ ലെയർ ഒന്ന് ബ്രെഡാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് പിന്നെ ഇതിൽ മുക്കിയിട്ട് വേണം വെച്ച് കൊടുക്കുക. അതിന് വേണ്ടി ഇതിലേക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ലൂസാക്കിയിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇത് ഞാൻ അടിച്ചിട്ടുണ്ട്. ഇത് വേറൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റാം. ഇനി നമുക്ക് ജലാറ്റിൻ കുതിരാൻ വെക്കണം. നിങ്ങൾ ചൈന ഗ്രാസ് എടുക്കുന്നെങ്കിൽ അത് കുതിരാൻ വെക്കുക. അപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ 1/2 ലിറ്റർ പാലിന് ഒരു 3 ടീസ്പൂൺ എന്ന അളവാണ് എടുക്കേണ്ടത്. ഇനി ഇത് കുതിരാൻ വേണ്ടി ഞാനിതിൽ ഒരു 1/4 കപ്പിൻ്റെ അടുത്ത് പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. വെള്ളം വേണമെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അവിടെ മാറ്റി വെക്കുക. അതൊന്ന് കുതിർന്ന് കിട്ടിയാൽ മതി കേട്ടോ. അത് കട്ട പിടിച്ച പോലൊക്കെ ഉണ്ടാവും, അത് പ്രശ്നമില്ല. ലാസ്റ്റ് നമ്മൾ ഡബിൾ ബോയിൽ ചെയ്യുക, അപ്പോൾ അത് റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുതിർന്ന് വരട്ടെ. ഇനി നിങ്ങൾ ഏത് പാത്രത്തിലാണോ പുഡിങ് സെറ്റ് ചെയ്യാൻ വെക്കുന്നത് ആ പാത്രം എടുക്കുക കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ ഫസ്റ്റ് ലെയറായിട്ട് ഞാനിപ്പോൾ ബ്രെഡാണ് കേട്ടോ കൊടുക്കുന്നത്. നിങ്ങൾക്ക് കേക്ക് വേണമെങ്കിൽ കേക്ക് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ബിസ്ക്കറ്റ് വേണമെങ്കിൽ ബിസ്ക്കറ്റ് വെക്കുക കേട്ടോ. അപ്പോൾ ബ്രെഡാണ് കൂടുതലായിട്ടൊരു ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് വെക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ഒരു പാത്രത്തിലോട്ടേക്ക് ഇങ്ങനെ ബ്രെഡ് കട്ടാക്കേണ്ടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക, അതിനനുസരിച്ച് കട്ടാക്കി എടുക്കുക ബ്രെഡൊക്കെ. ഇനി നമുക്ക് ഈ ഒരു പിന്നെ നമ്മൾ അടിച്ചെടുത്തിട്ടില്ലേ മാങ്ങയും പാലും, അതിൽ നല്ലോണം ഒന്ന് മുക്കിയെടുക്കുക. ഈ ബ്രെഡ് നല്ല പോലെ ഒന്ന് കുതിർന്ന് കിട്ടണം. എന്നിട്ട് നമുക്ക് ഈ ഒരു പാത്രത്തിലോട്ടേക്ക് ഫസ്റ്റ് ലെയറായിട്ട് വെക്കാം. നിങ്ങൾക്ക് 2-3 ലെയറായിട്ടൊക്കെ ഇതുപോലെ ചെയ്യാട്ടെ. ഞാൻ ഇപ്പോൾ ഇത് ഒറ്റൊരു ലെയറേ എല്ലാം കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഒരു പാത്രത്തിലോട്ടേക്ക് 1/2 ലിറ്റർ പാലൊഴിക്കാം. അപ്പോൾ 1/2 ലിറ്റർ പാലിൻ്റെ കണക്കാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ ടേസ്റ്റ് കിട്ടുക. അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ മിൽക്ക് മെയ്ഡ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുള്ളത്. രണ്ടായാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ രണ്ടും പകുതിയായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. നിങ്ങളെ മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. എന്തായാലും കുറച്ച് മുന്നിട്ട് തന്നെ നിൽക്കണം കേട്ടോ. അപ്പോൾ ഈ ജലാറ്റിൻ ഞാനൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാലൊന്ന് നന്നായിട്ട് തിളച്ച് വന്നാൽ ഇതിലൊഴിച്ച് കൊടുക്കുക. ഒരു കൈ കൊണ്ട് ഒഴിക്കുക, ഒരു കൈ കൊണ്ട് ഇത് ഇളക്കി കൊടുക്കുക കേട്ടോ. ഈ സമയത്ത് ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇതുപോലെ ജലാറ്റിൻ ഇട്ട ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. 2-3 മിനിറ്റ് എന്തായാലും തിളപ്പിക്കാം. അപ്പോൾ ഈ സമയത്ത് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. തിളപ്പിച്ച ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത ശേഷമാണ് ഞാനിപ്പോൾ ഇവിടെ മാംഗോ പ്യൂരി ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അതിനുശേഷം ഈ പാലിലേക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സായി വരണം. അതുവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. കൂടുതൽ സമയം നമുക്കിത് തണുക്കാനായിട്ടായിരിക്കും കേട്ടോ എടുക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചൂടും തന്നെയല്ലേ. തണുപ്പാണെങ്കിലൊക്കെ പെട്ടെന്ന് തണുത്ത് കിട്ടും. അതുകൊണ്ട് നമുക്കിത് ഞാനിപ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിൽ ഇറക്കി വെക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഒന്ന് തണുത്ത് കിട്ടും. അപ്പോൾ നേരത്തെ മാംഗോ അടിച്ചിട്ടേ അതിൽ നിന്ന് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. മുകളിൽ ജസ്റ്റ് ഒന്ന് ഡെക്കറേഷന് വേണ്ടിയാണ്. പിന്നെ കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരുപാട് സ്റ്റിഫാണോന്നില്ല കേട്ടോ, നമ്മളെ കേക്കിൻ്റെ ഒക്കെ പോലെ ഒന്നും ആകണമെന്നില്ല. അപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ വിസ്ക് വെച്ച് ചെയ്യുന്നെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ബീറ്റർ വെച്ച് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് വരാം.
ഇനി ഈ ഒരു ക്രീമിലോട്ട് നമുക്ക് ഈ മാംഗോ അടിച്ചിട്ട് അതിൽ നിന്ന് കുറച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ, ഒരു 2-3 ടേബിൾ സ്പൂണ്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. കുറച്ചൊരു യെല്ലോ കളർ ആകുന്നവരെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാറ്റിനും നമുക്ക് ഈ മാംഗോൻ്റെ ഫ്ലേവർ നന്നായിട്ട് ഇറങ്ങി കിട്ടും കേട്ടോ, അതിന് വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വിപ്പിംഗ് ക്രീം വേണമെന്നുണ്ടെങ്കിൽ മാത്രം ലാസ്റ്റ് ലെയറായിട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഒന്നും വേണ്ട കേട്ടോ, ഒറ്റ ലെയറായിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഈ വിപ്പിംഗ് ക്രീമും കൂടി വരുമ്പോൾ നമ്മളെ പുഡിങ്ങിന് ഒരു പ്രത്യേക തരം ടേസ്റ്റ് ആയിരിക്കും കേട്ടോ, കുറച്ചുകൂടി ടേസ്റ്റ് കൂടും, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ടൊന്ന് ചൂട് ആറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പുഡിങ് സെറ്റ് ചെയ്യാം. അപ്പോൾ നേരത്തെ ബ്രെഡ് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ, അതിൻ്റെ മുകളിലായിട്ട് ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് ഒഴിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ മാംഗോ കട്ടാക്കി വെച്ചിട്ടില്ലേ, അത് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം വേണമെങ്കിൽ ഇത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ബ്രെഡ് വെച്ച് അതിന് ശേഷം ഈ മാംഗോൻ്റെ ഇത് പാലും മിക്സ് ആയിട്ടില്ലേ ഇത് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്ത്. ഇനി ഇതൊന്ന് ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് അരമണിക്കൂർ ഫ്രീസറിൽ വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ഉറച്ച് വരണം. അപ്പോൾ ഫ്രിഡ്ജിലാണെങ്കിൽ കുറച്ച് സമയം എടുക്കും കേട്ടോ, അതുകൊണ്ട് ഫ്രീസറിലേക്ക് മാറ്റാം, ഒരു അരമണിക്കൂർ മതി. അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ ഇതുപോലെ ഗ്ലാസ്സിലും ബൗളിലും ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ വേറൊരു പാത്രത്തിലോട്ടും കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ, എൻ്റെ പാത്രം ചെറുതാണല്ലോ അതുകൊണ്ടാണ്. അപ്പോൾ ഇത് ഞാൻ ഫ്രീസറിൽ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അരമണിക്കൂറിന് ശേഷം ഇത് കണ്ട കയ്യിലൊന്നും ഒട്ടി വരുന്നില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയൊന്നും പോരാട്ടെ, നമുക്കിങ്ങനെ കട്ടാക്കി എടുക്കണമെങ്കിൽ ഒരു 6-7 മണിക്കൂർ എന്തായാലും വെക്കണം കേട്ടോ ഫ്രിഡ്ജിൽ, ഫ്രീസറിലല്ല. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സെറ്റായിട്ടാകുമ്പോൾ ഈ ക്രീം ഇട്ട് കൊടുക്കാൻ വേണ്ടി എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഈ ക്രീം ഇട്ട് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മളെ മാംഗോ ഉണ്ടല്ലോ കട്ടാക്കിയത്, അതൊന്ന് ഫുള്ളായിട്ട് വെച്ച് കൊടുക്കുക. ഞാൻ പറഞ്ഞല്ലോ ഈ മാംഗോ കട്ടാക്കിയതിൽ നിങ്ങൾ നല്ല പുളിയുള്ള ചില മാങ്ങ നല്ല പുളിയായിരിക്കും, മധുരത്തിനേക്കാളും പുളിയായിരിക്കും കൂടുതലുണ്ടാകുക. അങ്ങനത്തെ ആകുമ്പോൾ പുഡിങ്ങിൽ ടേസ്റ്റ് കിട്ടൂല കേട്ടോ, ടേസ്റ്റ് നല്ലോണം ബാധിക്കും, ടേസ്റ്റ് കുറയും. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 ടേബിൾ സ്പൂണ് കണ്ടൻസ്ഡ് മിൽക്ക് വെച്ചിട്ട് ഒന്ന് സെറ്റ് ആയി വെക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയം കൊണ്ട് നമ്മൾ നന്നായിട്ട് ആ മാംഗോയിൽ അതിൻ്റെ ഒരു മധുരം ഇറങ്ങി കിട്ടും. അല്ലെങ്കിൽ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് വെക്കാം. നല്ല മധുരമുള്ള മാങ്ങയാണെങ്കിൽ അതൊന്നും ചെയ്യണ്ട കേട്ടോ, എൻ്റെത് ഇപ്പോൾ അത്യാവശ്യം നല്ല മധുരമുള്ള മാങ്ങയാണ്, അതുകൊണ്ട് ഞാൻ അതൊന്നും ചെയ്യാത്ത കേട്ടോ. ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് ക്രീം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇടയിൽ ഇങ്ങനെ മാംഗോ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ് തന്നെയാണ് ഇത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഇതിനെടുക്കുമ്പോൾ ഈ നാരില്ലാത്ത മാങ്ങ വേണം കേട്ടോ എടുക്കാൻ വേണ്ടി, അപ്പോഴേ നമുക്ക് കറക്റ്റായിട്ട് ഇത് കിട്ടും. അല്ലെങ്കിൽ ആ നാരന്നെ ഇങ്ങനെ ഉണ്ടാവും, അടിച്ചാലും മിക്സിയിൽ അടിച്ചാലും അതങ്ങനെ നിൽക്കും. അത് അരിച്ചെടുത്തിട്ടൊക്കെ ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ലെയറും ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് മുകളിൽ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡെക്കറേഷൻ കൊടുക്കാം കേട്ടോ. കുറച്ച് പിന്നെ കടല മിഠായിയൊക്കെ പൊടിച്ചിട്ടിട്ട് കൊടുക്കുക, നട്ട്സൊക്കെ പൊടിച്ചിട്ട് കൊടുക്കുക, എന്ത് വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഈ മാംഗോ അടിച്ചിട്ടില്ല, അതിൻ്റെ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, അത് അവിടെ ഇട്ട് കൊടുത്തിട്ടൊന്ന് പിന്നെ ബ്രഷ് കൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വരഞ്ഞു കൊടുക്കുകയാണ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് വെക്കുക. പിന്നെ മാങ്ങര കഷ്ണം വേണമെങ്കിൽ വെച്ച് കൊടുക്കുക, അതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഇങ്ങനെ ബ്രഷ് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ അതിൻ്റെ ഒരു സൈഡിലായിട്ട് കുറച്ച് മാങ്ങര കഷ്ണം ഉണ്ടായിന്, അതൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിലൊന്ന് സെറ്റാകാൻ വേണ്ടി വെക്കണം. ഞാൻ പറഞ്ഞല്ലോ നന്നായിട്ടൊന്ന് സെറ്റായി കിട്ടണമെങ്കിൽ ഇത് നിങ്ങൾ രാത്രിയിൽ ചെയ്തിട്ട് പിറ്റേന്ന് രാവിലെ കഴിക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. അപ്പോൾ എന്തായാലും അത്രയും സമയം വെക്കുന്ന അത്ര നല്ലതാണ് കേട്ടോ, അല്ലെങ്കിൽ അത് ലൂസായിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മളെ പുഡിങ് സൂപ്പറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെറ്റാകാനായിട്ട് വെക്കാം. അടിപൊളി ടേസ്റ്റാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, എല്ലാവർക്കും ഇഷ്ടമാവും ഇത്, അത്രയ്ക്ക് നല്ല ടേസ്റ്റ്. അടുത്തതായിട്ട് നമുക്ക് ബട്ടർ പുഡിങ് ഉണ്ടാക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കൂടുതൽ പാൽ ചേർക്കുമ്പോൾ അതിനനുസരിച്ച് എല്ലാ സാധനവും കൂട്ടിയെടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്കൊരു 30 ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ പിന്നീട് നോക്കിയിട്ട് ഞാൻ കുറച്ചുകൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ കുറച്ച് പാലെടുത്തിട്ടുണ്ട്, അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഞാൻ ഇപ്പോൾ ഇവിടെ വാനില ഫ്ലേവറിലുള്ള കസ്റ്റർഡാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ പാല് അടുപ്പിലോട്ടേക്ക് മാറ്റാം. നമുക്ക് ആദ്യം ഒന്ന് ഈ പാലൊന്ന് തിളപ്പിക്കണം കേട്ടോ. ഇതിൽ മധുരത്തിനായിട്ട് ഞാൻ ഇവിടെ കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. കണ്ടൻസ്ഡ് മിൽക്ക് പുഡിങ്ങിൽ ടേസ്റ്റ് കൂട്ടുമെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. ഇനി നിങ്ങൾക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ എത്ര വെച്ചൊന്നും പറയുന്നില്ല കേട്ടോ, ഓരോരുത്തേക്കും ഓരോരോ മധുരമാണല്ലോ. ചിലവർക്ക് അധികം മധുരം പറ്റില്ല, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതാ 30 ഗ്രാമിൻ്റെ കൂടെ പിന്നെ ഒരു 20 ഗ്രാമും കൂടി ബട്ടർ ചേർത്തിട്ടുണ്ടായിട്ടാ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ടോട്ടൽ 50 ഗ്രാം ബട്ടർ ചേർക്കുക കേട്ടോ ഇതിൽ. ഇനി നമുക്ക് ഈ കസ്റ്റർഡ് പൗഡർ കലക്കിയിട്ടില്ലേ അത് ഒഴിച്ച് കൊടുക്കുക. ഇതിൽ പാലൊന്ന് തിളച്ച് വരുന്ന സമയം കേട്ടോ ഞാനിത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പുഡിങ്ങിന്. അപ്പോൾ ഇതുവരെ ഈ ഒരു പുഡിങ് കഴിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കഴിച്ചു നോക്കണം കേട്ടോ. പുഡിങ്ങിൻ്റെ ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ എന്തായാലും ഈ ഒരു പുഡിങ് എന്തായാലും കഴിച്ചു നോക്കേണ്ടത് തന്നെ കേട്ടോ. എന്നിട്ട് ഇതാ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഇനി ഈ സമയം നമുക്ക് ഒരു 2 പീസ് ബ്രെഡ് ചേർത്ത് കൊടുക്കാം. വൈറ്റ് ബ്രെഡ് തന്നെ ചേർക്കാനായിട്ട് നോക്കാം കേട്ടോ. കുറച്ച് വലിയ പീസാക്കിയിട്ട് ചേർക്കാം, കുഴപ്പമൊന്നുമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാനുള്ളതാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ സമയത്ത് തന്നെ 10 ഗ്രാം ചൈന ഗ്രാസ് ഒന്ന് ചൂടുവെള്ളത്തിലൊന്ന് കുതിരാൻ വെച്ചിട്ടുണ്ടായിന്, അതങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് നിങ്ങൾക്ക് അങ്ങനെ ഇടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒന്ന് മെൽറ്റ് ചെയ്ത ശേഷം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ എല്ലാം കൂടി ഒന്ന് ലാസ്റ്റ് അടിച്ചെടുക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ വെള്ളത്തിൽ ചെറുതായി കട്ടാക്കിയിട്ട് ഒന്ന് കുതിർത്തിയിട്ട് അതിന് ശേഷം ഇതിലങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ചൈന ഗ്രാസെല്ലാം ഒന്ന് ഉരുകി വരണം കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. ഈ സമയത്ത് ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് വാനില എസൻസും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി നല്ലൊരു ഫ്ലേവർ ഉണ്ട് കേട്ടോ വാനിലേൻ്റെ, നമ്മളെ കസ്റ്റർഡ് പൗഡറിൻ്റെ ഒക്കെ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മാത്രമേ ചേർക്കാം കേട്ടോ. അപ്പോൾ അത് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒന്ന് നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ചാൽ മതി കേട്ടോ. ഇത് ഒരു കുറച്ച് സമയം എന്തായാലും ഇതുപോലെ ഒന്ന് തിളപ്പിക്കും. നന്നായിട്ട് തിളച്ച് വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് ചൂടാറുന്നവരെ വെയിറ്റ് ചെയ്യുക. ചൂടാറിയ ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക, കട്ടകളൊന്നും ഇല്ലാതെ. എന്നിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ പുഡിങ് സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമുക്ക് ഇത് ഫ്രിഡ്ജിലോട്ടേക്ക് മാറ്റാം. നന്നായിട്ട് ഇത് സെറ്റായി കിട്ടണം കേട്ടോ. ഇത് തലേന്ന് രാത്രിയിൽ ചെയ്ത് വെച്ചാൽ പിറ്റേന്ന് രാവിലെ നമുക്ക് പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും. ഇത് കൂടുതൽ സമയം വെക്കാം കേട്ടോ. ഇത് നമുക്കിങ്ങനെ കട്ടാക്കിയിട്ട് എടുക്കാൻ പറ്റണം. ആ രീതിയിൽ വരെ ആകുന്നവരെ നമുക്ക് ഇത് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ പുഡിങ്ങും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡയറി മിൽക്ക് വെച്ച് ഒരു പുഡിങ് ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിത് 1/2 ലിറ്റർ പാൽ ഒരു പാനിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കട്ടകൾ നല്ലോണം ഉണ്ടെങ്കിൽ ഒന്ന് അരിച്ചെടുത്താൽ മതി കേട്ടോ. ഇനി ഈ സമയം കൊണ്ട് നമുക്ക് 10 ഗ്രാം ചൈന ഗ്രാസ് കുറച്ച് ചൂടുവെള്ളത്തിലൊന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ പാൽ അടുപ്പിലോട്ടേക്ക് മാറ്റാൻ നന്നായിട്ട് ഇനി ഒന്ന് തിളപ്പിച്ചെടുക്കാനുണ്ട്. ഈ സമയത്ത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ പാല് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഈ സമയം നമുക്ക് ഡയറി മിൽക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഇത് 100 രൂപേൻ്റെ ഡയറി മിൽക്കില്ലേ, അതിൻ്റെ 1/4 ഭാഗത്തോളം ഞാൻ ഇതിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അതൊന്നും മെൽറ്റാകുന്നവരെ വെയിറ്റ് ചെയ്യാം. അതിന് നമുക്ക് നേരത്തെ നമ്മൾ ചൈന ഗ്രാസ് കുതിരാൻ വെച്ചിട്ടില്ലേ, അതൊന്ന് മെൽറ്റാക്കി എടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതിൽ ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ.
എന്നിട്ട് നമുക്ക് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ചൂടോടെ തന്നെ നമുക്ക് ഏത് പാത്രത്തിലാണ് ഈ പുഡിങ് സെറ്റാക്കാൻ വെക്കുന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ചൂടാറിയ ശേഷം നമുക്ക് ഫ്രിഡ്ജിലോട്ടേക്ക് മാറ്റാം. എന്നിട്ട് കുറച്ച് മണിക്കൂർ വെച്ച് അതൊന്ന് സെറ്റാക്കി എടുക്കുക. അപ്പോൾ അത് കണ്ടോ നന്നായിട്ടൊന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കൊക്കോ പൗഡർ ഒന്ന് പാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ഈ ഒരു ചോക്ലേറ്റ് പുഡിങ്ങും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ കാണിച്ച എല്ലാ പുഡിങ്ങും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻ്റ് അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.